നമസ്കാരം. ഞാൻ സാജൻ, ചക്കരയുമ സാജൻ. ഇപ്രാവശ്യം നമ്മൾ പറയാൻ പോകുന്നത് അമ്മയുടെ ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ചാണ്. അമ്മ എന്ന് ചിലർ പറയുന്നില്ല, കാരണം അത് ചിലർക്കത് അമ്മ എന്ന് പറയുന്നതിൻ്റെ വൈമുഖ്യം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. ഇപ്പോൾ അവരൊക്കെ AMMA എന്നാണ് പറയുന്നത്. അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്നാണ് AMMA കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ചില ആൾക്കാർ എന്നോട് ചോദിച്ചാൽ സംശയം, അപ്പോൾ സാറ് അമ്മയിലില്ലേന്ന്. അമ്മ എന്ന് പറയുന്ന സംഘടന മലയാള സിനിമയിലും സീരിയലിലൊക്കെ ഉള്ള അഭിനേതാക്കൾക്കുള്ള സംഘടനയാണ് അമ്മ, അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ്. ഞങ്ങളുടെ സംഘടന എന്ന് പറയുന്നത് ആദ്യം മാക്ട MACTA ആയിരുന്നു. ഇപ്പോൾ അത് FEFCA, ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരള. മുമ്പ് മലയാളം സിനി ടെക്നീഷ്യൻസ് അസോസിയേഷനിലായിരുന്നു മാക്ട. അത് ചില ആരംഭകാലത്ത് ഞാനൊരു 3 ടേമിൽ സെക്രട്ടറി ആയിരുന്നു. ജോൺ ബോൾ ജനറൽ സെക്രട്ടറി ആയിരുന്നു. കെ ജോലി സാറായിരുന്നു പ്രസിഡന്റ്. SL സ്വാമി ട്രഷററായിരുന്നു. ഞങ്ങളൊരു 10-15 പേരൂടെ ചേർന്ന് തുടങ്ങിയതായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് മാക്ട. പിന്നീട് നമ്മൾ യുവരക്തങ്ങൾ വരുമ്പോഴത്തേക്കും മാറി വരണം ഭരണസമിതി വന്നാൽ സംഘടന എപ്പോഴും നന്നായിരിക്കുമെന്ന് കരുതി ഞങ്ങളൊക്കെ കണ്ട് മെല്ലെ മാറി. ജോലി സാർ മാറി, ജോൺ ബോർഡ് മാറി, ഞാൻ മാറി. അങ്ങനെ പണ്ട് അവരുടെ പ്രധാനപ്പെട്ട പലരും, ചില മറ്റുള്ളവർ പ്രധാനപ്പെട്ടവരല്ലെന്നല്ല, ഞങ്ങൾ മാറി. പിന്നീട് വിനയൻ ആണ് അതിൻ്റെ പ്രസിഡൻ്റായിട്ട് വന്നത്. വിനയൻ വന്നപ്പോൾ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ അത് ഇഷ്ടപ്പെടാത്ത ചില വ്യക്തികളായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അതൊരാൾ മരണപ്പെട്ടു പോയി. അപ്പോൾ ആ മരണപ്പെട്ടു പോയ സംവിധായകനാണ്. അദ്ദേഹത്തിനെ സ്പർശിക്കുന്ന എന്തോ വിനയൻ പറഞ്ഞു എന്നതിൻ്റെ പേരിലായിരുന്നു സ്പ്ലിറ്റായിട്ടാൽ അതിന് കൂടുതൽ രാജിവെച്ചു. അപ്പോൾ അത് പലർക്കും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ വിനയൻ പറഞ്ഞത് നല്ലതായിരുന്നു എന്ന് ഇഷ്ടപ്പെടുന്ന, എന്ന് സമർത്ഥിക്കുന്ന ആൾക്കാരുമുണ്ട്. ഞാൻ നിഷ്പക്ഷനാണ് കേട്ടോ. കാരണം അദ്ദേഹം അവിവേകമായിട്ടൊന്നും പറഞ്ഞായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു സംവിധായകൻ്റെ കംപ്ലൈൻറ്റിനെ പുള്ളി എടുത്തു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതാണ് സംഭവം ഉണ്ടായത്. പിന്നീട് FEFCA എന്ന രീതിയിൽ മാറി. FEFCAയിലാണ് ഇപ്പം ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരള എന്നുള്ള സംഭവം സംഘടനയിൽ ഇപ്പോൾ ഈ 10-22 സിനിമയുടെ സംഘടനകളുണ്ടല്ലോ. വിവിധ തലത്തിൽ ക്യാമറ, ആർട്ട് ഡയറക്ടർ, മേക്കപ്പ് മാൻ, ഹെയർ ഡ്രസ്സർ, പിന്നെ സെറ്റേഷൻസ്, ഇങ്ങനെ ഒത്തിരി എഡിറ്റർ, മ്യൂസിക് ഡയറക്ടർ, ഇങ്ങനെ ഒത്തിരി വിഭാഗങ്ങളുണ്ടല്ലോ. അവർക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ FEFCA ഡയറക്ടേഴ്സ് അസോസിയേഷൻ, FEFCA ക്യാമറാമാൻസ് അസോസിയേഷൻ, അങ്ങനെ പലതുമുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരു മൊത്തത്തിലുള്ള സംഘടനയുടെ ഞങ്ങളുടെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആൾ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എപ്പോഴും ഒരു സംഘടനയുടെ തലപ്പത്ത് മിടുക്കനും കാര്യപ്രാപ്തിയുള്ള ആൾക്കാർ വരുമ്പോഴേ ആ സംഘടന മുന്നോട്ട് പോകുള്ളൂ, നല്ല നല്ല കാര്യങ്ങൾ മെമ്പേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, സിനിമാ തിയേറ്ററിൻ്റെയൊക്കെ എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ. ഇങ്ങനെ ഓരോ സംഘടനകളുണ്ട്. എല്ലാം അവരവരുടെ കാര്യങ്ങൾക്ക്, എല്ലാം നല്ലതിനും കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ഈ സംഘടനകളെല്ലാം ഉള്ളത്. അതിൽ കാര്യശേഷിയുള്ള ആൾക്കാർ തലപ്പത്തിരിക്കുമ്പോഴാണ് നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ സിനിമ ഒരു വ്യവസായമായി അംഗീകരിക്കണം എന്ന് വർഷങ്ങളോളമുള്ള ഞങ്ങളുടെ ഗവൺമെൻറ്റിനോടുള്ള അഭ്യർത്ഥന ഇതുവരെ മാനിക്കപ്പെട്ടില്ല. ഇപ്പോൾ മന്ത്രി അതിനൊരു സമ്മേളനം വിളിച്ചു കൂട്ടാൻ പോവുകയാണെന്നാണ് നമ്മുടെ പ്രേംകുമാർ, ഇപ്പോൾ നമ്മുടെ അക്കാദമി ചെയർമാനില്ലേ, അദ്ദേഹത്തിൻ്റെ നിരന്തര പരിശ്രമം കൊണ്ട് സാധിക്കാൻ പോകുന്നത്. നല്ലതാണ്. കാരണം വ്യവസായമാണത്. കാരണം ഈ വ്യവസായം കൊണ്ട് ഗവൺമെൻറ്റിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിൽ ഈ മെമ്പേഴ്സിന് പെൻഷൻ കൊടുക്കുന്നതൊക്കെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് വേറെ പണം കണ്ടെത്തേണ്ടതില്ല. ഓടുന്ന സിനിമകളുടെ ആ ടാക്സ് സ്വരൂപിച്ചുകൊണ്ട് വിവിധ സിനിമാ മേഖലയിലുള്ളവർക്ക് മാത്രമല്ല, മറ്റ് കലാരൂപങ്ങളിലുള്ള നാടകം, കൂടിയാട്ടം, അങ്ങനെയുള്ള കഥകളി, ഇതിലുള്ള കലാകാരന്മാർക്കെല്ലാം ഇതിൽ നിന്നാണ് പെൻഷൻ കൊടുക്കുന്നത്. അപ്പോൾ അത് ഗവൺമെൻറ് ഭാരമാവുന്നില്ല. അത് നല്ലതാണ്. ഇപ്പോൾ എടുത്ത് ഞാൻ പറയുന്നത്, ഇപ്പോൾ അമ്മയിൽ ഒരു സംഭവം, ഒരു പ്രധാനപ്പെട്ട യൂട്യൂബർ പറഞ്ഞത്, അമ്മ ജനറൽ ബോഡി മീറ്റിങ്ങിൽ മോഹൻലാൽ ആക്രോശിച്ചു ആ നടനെതിരെ. അതായത് നമ്മുടെ ബൈജു സന്തോഷ്, തിരുവനന്തപുരത്തുള്ള ബൈജു ഇല്ലേ, പുള്ളി സുപ്രസിദ്ധമായ രീതിയിൽ ഒരു തമാശ രൂപയിലൊക്കെ സംസാരിക്കുന്ന ആളാണ്. പക്ഷേ അത് മോഹൻലാൽ ആക്രോശിച്ചു, ചാടി എഴുന്നേറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് പുള്ളി ചെയ്തത്.
അത് ബൈജിനോട് ചോദിച്ചു എന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു. ഇല്ല, ഇപ്പോൾ ചിലപ്പോൾ കഴിഞ്ഞൊരു ഹേമ കമ്മിറ്റിയുടെ എന്തോ ഒരു ആരോപണങ്ങൾ ചില നടന്മാരുടെ പേരിലൊക്കെ ഉണ്ടായതിൻ്റെ പേരിൽ അപ്പോൾ സിദ്ദീഖ് അദ്ദേഹം സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു, പ്രസിഡന്റ് സ്ഥാനം ലാലേട്ടൻ രാജിവെച്ചു. പിന്നീട് കാരണം അത് ഒരു ആരോപണ വിധേയരായിരിക്കേണ്ട എന്ന് കരുതിയാണ് അവർ യുക്തിപൂർവ്വം ബുദ്ധിപൂർവ്വം രാജിവെച്ചത്. പിന്നെ അഡ്ഹോക് കമ്മിറ്റി, അപ്പോൾ അതിൻ്റെ വൈസ് പ്രസിഡന്റ് നമ്മുടെ ജയചേത്തലയൊക്കെയാണ്. പിന്നെ നടൻ ബാബുരാജ്, ഇങ്ങനെ ഒരു അഡ്ഹോക് കമ്മിറ്റി ഉണ്ട്. അതിപ്പോൾ അഡ്ഹോക് കമ്മിറ്റി സാധാരണ 3 മാസത്തേക്കാണല്ലോ. അപ്പോൾ ഇങ്ങനെ പോയാലും ഒരു ജനറൽ ബോഡി വിളിച്ച് ചേർത്തിട്ട് മീറ്റിങ്ങിൽ അടുത്ത ഇലക്ഷൻ ഉണ്ടാവണമല്ലോ, അടുത്ത സെലക്ഷൻ. മുമ്പൊക്കെ ഒരു പാനൽ അനുസരിച്ചാണ്, മോഹൻലാലിൻ്റെ പാനൽ, അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ പാനൽ, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ പാനൽ, ഇങ്ങനെ ഒരു പാനലിൽ കുറേ ആൾക്കാരുണ്ടാവും. ഈ പാനലുള്ള ആൾക്കാരെ ഇപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപിയൊക്കെ അംഗീകരിക്കുന്നവർക്ക് അവരെ പാനലിലുള്ളവരെയൊക്കെ അംഗീകരിക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഞങ്ങളുടെ വെബ്സൈറ്റിലും അങ്ങനെയൊക്കെയാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്കും സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അവരുടെ പാനലിൽ ചില ആൾക്കാർ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ മാറി ചിന്തിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം പാനൽ വേണ്ട, തെരഞ്ഞെടുപ്പ് രീതിയിൽ മതി എന്ന് മോഹൻലാൽ പറഞ്ഞു. പക്ഷേ മോഹൻലാൽ ഇത് മോഹൻലാൽ ഒരുപാട് നിർബന്ധിച്ചു. കാരണം അതിനെന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഈ ഒരു സംഘടന തലപ്പത്ത് മമ്മൂട്ടി, മോഹൻലാൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ശോഭ ഒന്ന് വേറെയാണ്, അതിന് വെയിറ്റ് ഒന്ന് വേറെയാണ്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ അതെന്തോ നല്ല സംഭവമാണ്. മറ്റംഗങ്ങൾക്ക് എതിർപ്പുണ്ടാവില്ല. ഒരു എതിർപ്പൊന്നും ഇല്ലാത്ത ഒരാൾക്ക് അങ്ങനെ തന്നെ ആ സ്ഥലത്ത് വരണ്ടേ, അതിന് ഇനിയിപ്പോൾ പിന്നോട്ട് വരണ്ടേ. അപ്പോഴാണ് അതാ മോഹൻലാൽ പറഞ്ഞത് യുവരക്തങ്ങൾക്ക് വരട്ടെ. അദ്ദേഹത്തിന് മാനസികമായിട്ട് മമ്മൂട്ടി വരാത്ത വിഷമമുണ്ട്. കാരണം അവരുടെ സൗഹൃദം അങ്ങനെയാണ്. പുറമേ ഈ ഫാൻസ് അസോസിയേഷൻസ് ഒക്കെ പറയുന്നവരൊന്നുമല്ല. മമ്മൂട്ടിയുടെ അസുഖം വന്നപ്പോഴാണെങ്കിൽ മോഹൻലാൽ ശബരിമല പൂജ വരെ കഴിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തൊക്കെയായാലും മമ്മൂട്ടിയുടെ അഭാവം പുള്ളിക്കാരന് മനസ്സിന് വിഷമമുണ്ട്. അത് മാത്രമല്ല, പുള്ളിക്കാരന് വേറെ വിഷമം, ഇത്രയൊക്കെ നല്ല രീതിയിൽ പോയിട്ടും യുവ നടന്മാരാരും ഇത് പങ്കെടുക്കുന്നില്ല. പൃഥ്വിരാജ് ആവട്ടെ, ഫഹദ് ഫാസിൽ, പിന്നെ നിവിൻ പോളി, ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും, ടൊവിനോ തോമസൊക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നു. ഈ പങ്കെടുക്കാത്തതിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു എന്താ ഇവർക്കാർക്ക് വേണ്ടതെന്നു, പിന്നെ എന്താണത് എന്ന രീതിയിൽ പുള്ളിക്കാരൻ വിഷമം പ്രകടിപ്പിച്ചു. ഇതൊക്കെ പറഞ്ഞ ശേഷമാണ് ബൈജു വന്നത്. ബൈജു ഇദ്ദേഹം തുടർന്ന് പ്രസിഡന്റായിട്ട് ഇരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് ബൈജു അറിഞ്ഞിരുന്നില്ല. ബൈജു പറഞ്ഞത് ലാലേട്ടൻ ഇങ്ങനെ തടി വന്ന് ഇപ്പോൾ ഇരിക്കുന്നവരിരുന്നാൽ പോരെ എന്ന് സരസമായ രീതി പറഞ്ഞത് മോഹൻലാലിനൊട്ട് രസിച്ചില്ല എന്നാണ് നമ്മുടെ യൂട്യൂബർ പറഞ്ഞത്. മോഹൻലാൽ രസിക്കായി എന്നല്ല, കാരണം അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ല ഞാൻ ഇല്ലെന്ന്. പക്ഷെ അത് ബൈജോട് ഉണ്ടായിരുന്നോ ഇല്ലെന്നുള്ളതൊന്നും അദ്ദേഹം നോക്കിയില്ല, ബൈജോട്ട് കണ്ടതുമില്ല. അങ്ങനെ ഏതായാലും ബൈജു സോറി പറഞ്ഞു. എല്ലാവരും കൈയടിച്ച് പാസ്സാക്കാൻ പോയൊരു സംഭവമായിരുന്നു അത് ബൈജു പറഞ്ഞത്. പക്ഷേ മോഹൻലാൽ ഇങ്ങനെ കുറച്ച് കടുപ്പിച്ച് പറഞ്ഞത് സദസ്സിന് ആദ്യം ആകെ മ്ലാനതയായിപ്പോയി ആകുമല്ലോ. അപ്പോൾ ഏതായാലും പിന്നീട് എല്ലാം സൗമ്യമായിട്ട് തീർന്നു. മാത്രമല്ല, ഈ പ്രാവശ്യമുള്ള സംഭവം വെച്ചാൽ മറ്റ് മാധ്യമങ്ങൾക്കൊക്കെ വിലക്കായിരുന്നു. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ മാധ്യമങ്ങൾ പലരും വന്നിട്ട് പല രീതിയിലാണ് ഇതൊക്കെ പ്രസൻറ്റ് ചെയ്തത്. നല്ലത് പറയും, ചീത്തയും പറയും. അപ്പോൾ എന്തിന് അനാവശ്യമായിട്ടുള്ള പ്രസ്താവനകൾ ഈ മാധ്യമങ്ങളിൽ ചിലർ നടത്തുന്നതെന്നുള്ള ഒരു ആക്ഷേപമുള്ളതുകൊണ്ട് ഈ പ്രാവശ്യം ഒരു വലിയൊരു കമ്പനി സ്പോൺസർഷിപ്പ് എടുത്ത് നടത്തുകയായിരുന്നു. ഒരു വൻ തുകയാണ് അതിന് ഓഫർ ചെയ്തതും. അതുകൊണ്ട് ആ യൂട്യൂബർ മാത്രം, മിസ്റ്റർ ഹൈദറാണെന്ന് തോന്നുന്നു, അദ്ദേഹം നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തു. നല്ല യൂട്യൂബറാണ് അദ്ദേഹം, നമുക്ക് കാണുന്നുണ്ടല്ലോ. നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ക്യാമറാമാന്മാർ ഒത്തിരി ഉണ്ടായിരുന്നു, സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ അവിടെ വിളിച്ച് പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ അറിഞ്ഞതും. അപ്പോൾ എനിക്ക് കുറച്ച് ഫോട്ടോഗ്രാഫ്സ് അവർ അയച്ചു തന്നു. അകത്തിരുന്നുകൊണ്ട് എടുക്കുമല്ലോ. കാരണം എപ്പോഴായാലും അല്ലെങ്കിൽ ഈ കോപ്പി റൈറ്റിൻ്റെ സംഭവം ഉണ്ടല്ലോ. ഇപ്പോൾ ഹൈദറിന് കോപ്പി റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ എടുത്തു കഴിഞ്ഞാൽ അത് സ്ട്രൈക്ക് ആവും. കമ്പനി യൂട്യൂബ് സ്ട്രൈക്ക് ചെയ്യും, മറ്റു സ്ട്രൈക്ക് ആവും. അപ്പോൾ അത് വേണ്ട എന്ന് കരുതി ഗോകുലം പാർക്ക് ഹോട്ടലിലാണ്. അപ്പോൾ അത് പരിസരത്ത് പോലും ആരും വരാൻ പാടില്ല എന്നൊക്കെ ആരോ പറഞ്ഞത്രേ. അതൊന്നും അത്ര ബാധകമല്ല. കാരണം ഒരു ഹോട്ടലിന് മുമ്പിൽ ആർട്ടിസ്റ്റുകൾ വന്ന് ഇറങ്ങുന്നതും പോകുന്നതൊക്കെ എടുക്കുന്നത് ഇപ്പം റൈറ്റ്സ് പഠിച്ച യൂട്യൂബർക്ക് ഒഴിവാക്കാൻ പറ്റും, അതൊന്നും പറ്റില്ല. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുക്കും വരും. എങ്കിലും ഒരു പ്രമുഖ കമ്പനി എത്രയോ കോടികൾ കൊടുത്താണ് ഇതിൻ്റെയൊക്കെ റൈറ്റ്സ് പഠിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പരസ്യത്തിന് വർഷങ്ങളോളം അദ്ദേഹത്തിന് ഉപയോഗിക്കാം. മറ്റു മാധ്യമങ്ങൾ പത്രങ്ങളിലൊക്കെ പരസ്യം ചെയ്യുന്നതിലോ ടി വിയിൽ പരസ്യം ചെയ്യുന്നതിനേക്കാൾ ഏറെ ലാഭമല്ലേ. ഇത്രയും കളർഫുള്ളായിട്ട് ഇത്രയും അഭിനേതാക്കൾ ഒരുമിച്ച് വരിക, അവരുടെ പ്രസംഗം, അവരുടെ രീതികൾ, അവരുടെ ഇൻ്റർവ്യൂ ഇതൊക്കെ കാണുക എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് ഒരു സിനിമ കാണുന്നതിന് അതിനേക്കാൾ ഉപരിയല്ലേ. സിനിമയിൽ ഏതാനും ആർട്ടിസ്റ്റുകളല്ലേ ഉള്ളൂ, അഭിനേതാക്കളല്ലേ ഉള്ളൂ. ഇതങ്ങനെയല്ലല്ലോ.
എന്തോരം നല്ല നല്ല ആർട്ടിസ്റ്റുകളുടെ കാരണം ഇൻ്റർവ്യൂ എല്ലാം ഹൈദർ കുറച്ച് മാക്സിമം കവർ ചെയ്തു. 1 മണിക്കൂർ മറ്റായിരുന്നു തോന്നുന്നു, ലൈവായിട്ട് പോയിരുന്നു. എനിക്കെന്തെങ്കിലും കാണാൻ പറ്റിയില്ല, കാരണം ഞാൻ വേറെ ഇപ്പം തിരക്കിലായിരുന്നു. ഏതായാലും മറ്റ് യൂട്യൂബർ പറഞ്ഞതുമാതിരി കഴിഞ്ഞ സന്തോഷിന് പറഞ്ഞത് വലിയ രീതിയിലൊന്നും നമ്മൾ എടുക്കേണ്ടതില്ല. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ എടുത്തത് പറയാൻ കാരണം ആക്രോശിച്ചു, ചാടി എഴുന്നേറ്റു, ദേഷ്യപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊന്നും അതിനൊന്നുമല്ല. അവർ പ്രദേശിനെ പോലെ അല്ലേ. ഇപ്പോൾ തന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞത് തന്നെ ഇപ്പം മോഹൻലാലും പിന്നെ മമ്മൂട്ടിയും സുരേഷ് ഗോപിയും പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ സ്ഥാനത്തൊക്കെ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആ സംഘടന വലിപ്പമല്ലേ, അത് നമുക്കെന്തോ ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇപ്പോൾ രാഷ്ട്രീയത്തിലായാലും നമ്മുടെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി പിന്നെ മറ്റുള്ള മന്ത്രിമാരുടെ നല്ല നല്ല പവറുകൾ നടക്കുമ്പോൾ ആ പ്രസ്ഥാനം ആ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല എങ്കിൽ പറയുകയാണ്, അത് നമുക്ക് ഒരു സന്തോഷമല്ലേ. അവരിലൂടെ നമ്മൾ എന്തെല്ലാം പ്രതീക്ഷിക്കും. ഇപ്പം ഞങ്ങളുടെ തന്നെ ഈ ഫെഫ്കയിൽ ഇനിയിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ബി ഉണ്ണികൃഷ്ണൻ കറക്റ്റ്, അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഏതായാലും മോഹൻലാൽ ഇല്ലെങ്കിൽ തന്നെ ഇപ്പോൾ അടുത്ത സെപ്റ്റംബർ 21-ാം തീയതിയാണ് വീണ്ടും ഒരു ജനറൽ ബോഡി മീറ്റിങ്ങിൽ സാധാരണ ജനാധിപത്യ രീതിയിൽ തന്നെ ഇലക്ഷൻ നടക്കണം, ബാലറ്റ് പേപ്പറിൻ്റെ കൂടെ നടക്കണം. അപ്പോൾ ഇടവേള ബാബു എന്ന് പറഞ്ഞു, ഇടവേള ബാബു ആയിരുന്നല്ലോ 15 വർഷക്കാലം അതിൻ്റെ ട്രഷറർ. അപ്പോൾ പല അക്കൗണ്ടുകളും കണക്കുകളും ഇപ്പോൾ ശരിയല്ല എന്ന രീതിയിൽ ഇടവേള ബാബുവിടെ പറഞ്ഞു. അവിടെ തന്നെ ബാബുരാജ് പറഞ്ഞു അത് ഇടവേള ബാബു കറക്റ്റായിട്ട് കണക്കുകൾ ശരിക്ക് ചെയ്യാത്തതിൻ്റെ പേരിലുണ്ടായ ഒരു അപാകതയാണ്. പിന്നെ ബാബു ഒന്നും പറയാൻ പോയില്ല, കാരണം അവിടേക്ക് ഒരു തർക്കത്തിന് പോയി കഴിഞ്ഞാൽ പിന്നെ അത് വിവാദമാകും. എന്തെങ്കിലും ഒരാൾ പറയുമ്പോൾ മറ്റൊരാളെ എതിർത്ത് പറഞ്ഞാൽ അതിനെക്കുറിച്ച് സംസാരിച്ച് പർവ്വതീകരിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യമുള്ള പോളിംഗ് ഓഫീസർ തന്നെ വേണം എന്ന് ആരോട് പറഞ്ഞു, അത് ബാബുവാണെന്ന് തോന്നുന്നു. അത് വേണ്ട, പുതിയതായിട്ട് രീതിയിൽ തീരുമാനമെടുക്കാം, ഒരു പുതിയ പോളിംഗ് ഏജൻറ്റ് പോളിംഗ് ഓഫീസറൊക്കെ വേണം, ജനാധിപത്യ രീതിയിൽ തന്നെ നടക്കണം. പിന്നീട് വേറെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം 2 കോടി രൂപയോളം സമാഹരിച്ചിരുന്നു കഴിഞ്ഞ കുടുംബ സംഗമത്തിൽ, അമ്മയുടെ കുടുംബ സംഗമത്തിൽ 2 കോടി രൂപയുടെ സംഗമം സ്വരൂപിച്ചിരുന്നു. അതിൽ 1 കോടി രൂപയോളം തന്നെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. കാരണം ഈ പെൻഷൻ എന്ന രീതിയിലല്ല അവർ പറയുന്നത്, കൈനീട്ടം. അതായത് വീണ്ടും സജീവമായിട്ട് സിനിമയിൽ പങ്കെടുക്കാൻ കഴിയാത്ത പണ്ട് അവസരകലാകാരന്മാരെന്ന് പറയുമായിരുന്നു, അതങ്ങനെ പറയാതിരിക്കാനാണ് കൈനീട്ടം എന്ന് പറയുന്നത്. അതാണ് നല്ല വാക്ക്. എന്ത് കലാകാരന്മാരെന്നും കലാകാരന്മാർ തന്നെയാണ്. അവർക്ക് സാമ്പത്തികമായിട്ട് ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകും, അതിൻ്റെ അവസ്ഥ. പിന്നെ അവർക്കുള്ള ചികിത്സാർത്ഥം മാസം പ്രതി 5000 രൂപ കൈനീട്ടമായിട്ട് സമയം പോലെ എത്തിക്കുന്നുണ്ട്. ഫെഫ്കയിൽ വന്നത് തന്നെയാണ് 4000 രൂപ മാസം കൊടുക്കുന്നുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ രീതിയിലാണ് അത് പോകുന്നത്. ഇത് അമ്മയുടെ പ്രൈവറ്റായിട്ടാണ് കൊടുക്കുന്നത്. ഗവൺമെൻറ് രീതി കൊടുക്കുന്നത് ഇപ്പോഴും പെൻഡിങ്ങിലൊക്കെ ഉണ്ട്. സിനിമയിൽ കിട്ടുന്ന വരുമാനം ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായി. നമുക്കറിയാമല്ലോ, തുടരും ഒക്കെ ഭയങ്കര കളക്ഷനല്ലേ. പിന്നെ ഓരോരോ സിനിമ എടുത്ത് പറയുന്നില്ല, അതിൻ്റെയൊക്കെ ടാക്സ് ഒക്കെ തന്നെ പോലെ വന്നിട്ടുണ്ട്. അത് ആ പെൻഡിങ് തീർത്ത് കൊടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അതുകൊണ്ട് ഞാനിപ്പോൾ പ്രധാനമായിട്ട് ഈ പറഞ്ഞ സംഭവമാണ്, അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അവർ തമ്മിൽ വൈദ്യുവും മോഹൻലാലും തമ്മിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹം ഒരു ജ്യേഷ്ഠതയില്ലേ വൈദ്യുവിന്. പിന്നീട് മറ്റ് യൂട്യൂബുകാർ പല രീതിയിൽ കണ്ടു, ഞാനും കണ്ടതിൻ്റെ പേരിലാണ് പറയുന്നത്. അങ്ങനെ പർവ്വതീകരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇനിയും നല്ല നല്ല കാര്യങ്ങൾ സംഘടന പ്രവർത്തിക്കും എന്ന വിശ്വാസത്തോടെയായിരുന്നു പലരും പിരിഞ്ഞു പോയത്. പക്ഷേ പല സ്പോൺസേഴ്സ് അവിടെ എന്ത് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോ ഗിഫ്റ്റ്, അങ്ങനെ ഗിഫ്റ്റ് മാത്രമല്ല ഒരു കൂപ്പൺ ഉണ്ടായിരുന്നു, ലക്കി കൂപ്പൺ. അതിൽ കഴിഞ്ഞ ബിഗ് ബോസിലേക്ക് പങ്കെടുത്തിരുന്ന ഷിജുവിനായിരുന്നു ബുള്ളറ്റ് ബൈക്ക് കിട്ടിയത്. പിന്നീട് ഇലക്ട്രിക് സ്കൂട്ടർ കിട്ടിയത് ഇവിടെ അലിയാർ സാറിനാണ്. ഊർമിള ഉണ്ണിക്ക് കിട്ടിയത് 51 ഇഞ്ച് TV. മല്ലികാ സുകുമാറിന് കിട്ടിയത് iPhone. പിന്നെ മാത്രമല്ല പല ഒരുപാട് സംഭാവനകൾ സ്പോൺസേഴ്സ് തന്നെ കൊടുത്തു. അത് സംഭാവന കൊടുത്തത് പല നടന്മാർ തന്നെയായിരുന്നു. ടോവിനോ തോമസ്, പിന്നീട് നമ്മുടെ ടിനി ടോം, പിന്നെ പല അശോകൻ, നമ്മുടെ അശോകൻ, അങ്ങനെ ഓരോ അഭിനേതാക്കളാണ് ഇവർക്കൊക്കെ സമ്മാനം കൊടുത്തത്. പിന്നെ ഹൈദറിൻ്റെ കുറവിലുള്ള ക്യാമറാമാനും എഡിറ്റേഴ്സും ടെക്നീഷ്യൻസും എല്ലാം ഓരോ മൊമെൻറ്റോ അദ്ദേഹം
ഒരു ആർട്ടിസ്റ്റിനെ വിളിച്ചാണ് പഠിപ്പിച്ചത്. വളരെ സന്തോഷകരമായിട്ട് ചുരുക്കത്തിൽ എടുത്താൽ പൊങ്ങാത്ത സാധനങ്ങളുമാണ് ബാഗും അത് നിറച്ചുകൊണ്ട് സന്തോഷകരമായിട്ട് ഓരോ ആർട്ടിസ്റ്റുകളും പിരിഞ്ഞു പോയി. സന്തോഷമായിരുന്നു പിരിഞ്ഞു പോയെന്നുള്ളത് എൻ്റെ സുഹൃത്ത് വിളിച്ച് പറഞ്ഞു. കുറച്ച് ഫോട്ടോസൊക്കെ എനിക്ക് അവർ അയച്ചു തന്നു, കുറച്ച് വീഡിയോസ് അയച്ചു തന്നു. അതൊന്നും കോപ്പി റൈറ്റ് ഉള്ളതല്ല, അതുകൊണ്ട് കുറച്ചൊക്കെ ഞാൻ കാണിക്കാൻ. കാരണം കോപ്പി റൈറ്റ് ഉള്ളത് നമുക്ക് ഇടാൻ പറ്റില്ല, അത് ഒരു വ്യക്തി മാത്രം കൊടുത്തതല്ലേ. അത് ഒരു വലിയ എമൗണ്ട് കൊടുത്തൊരു സ്പോൺസർ ഒരു വ്യാപാര സ്ഥാപനം ചെയ്ത സംഭവമാകുമ്പോൾ നമ്മളത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറയുന്നത്. ഏതായാലും ഈ സംഘടന നാട്ടുകാർ വളരട്ടെ, വളർന്നൊരു വടവൃക്ഷമാകട്ടെ. നമ്മുടെ മമ്മൂട്ടി വിശ്രമമെല്ലാം കഴിഞ്ഞ് സുഖചികിത്സയെല്ലാം കഴിഞ്ഞ് സന്തോഷമായിട്ട് വന്നിട്ട് പങ്കെടുക്കട്ടെ. ഇത് ഏറ്റവും വലിയ പ്രധാനമായിട്ടൊരു വാർത്ത ഞാൻ പറയാനുള്ളത്, ഈ പ്രാവശ്യം 15 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ജഗതി ശ്രീകുമാർ അദ്ദേഹം പങ്കെടുത്തു എന്നുള്ളതാണ്. അതെല്ലാവർക്കും ഭയങ്കര ഉത്സാഹമായിരുന്നു. സുസ്മേരവതനായി ചിരിച്ചുകൊണ്ട് സംസാരിച്ചില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസൻസ് അവിടെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. അതിന് അദ്ദേഹം മന്ത്രി ആയ ശേഷം വന്നതാണ്. അദ്ദേഹത്തിന് സമയങ്ങളില്ലെങ്കിലും അദ്ദേഹം പങ്കെടുത്തു. മമ്മൂട്ടിയുടെ അഭാവം അവിടെ ആരും പറഞ്ഞു കേട്ടില്ല. കാരണം എന്താ വെച്ചാൽ പറഞ്ഞ വിഷമം വെച്ച് മനഃപൂർവ്വം സൈലൻ്റായിട്ട് സംസാരിച്ചതേ ഉള്ളൂ. അദ്ദേഹം വിശ്രമത്തിലാണ്. കാരണം ഡോക്ടർമാരെ അനുവദിക്കുന്നില്ല യാത്ര ചെയ്യാൻ. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പിതാവ് ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടപ്പോൾ പോലും യാത്ര അനുവദിച്ചില്ല ഡോക്ടർമാർ. ദുൽഖറൊന്നും അനുവദിച്ചില്ല. പിന്നെ അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഏതായാലും ഒത്തിരി സംഭവ കാര്യങ്ങളാണ് അവിടെ നടന്നതെന്ന് അറിയിക്കാനാണ് ഈ പ്രാവശ്യം ഞാൻ എൻ്റെ മറ്റ് പലതും പറയാനുണ്ടായിരുന്നത് മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ 31ാമത്തെ ജനറൽ ബോഡി മീറ്റിംഗ് ആയിരുന്നു. ഈ അമ്മയുടെ താരസംഘടന വർണ്ണശബളമായിരുന്നു. കാഴ്ചക്കാർക്കെല്ലാം നല്ല സന്തോഷമായിരുന്നു, പങ്കെടുത്തവർക്ക് സന്തോഷമായിരുന്നു. ഈ ഒരു ചെറിയ കാര്യം മാത്രം പെരുപ്പിച്ചുകൊണ്ട് മറ്റ് യൂട്യൂബർ പറഞ്ഞതിനെക്കുറിച്ച് ബൈജു പറഞ്ഞു. അത് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ പിന്നീട് ഞാൻ ലാലേട്ടനോട് സോറി പറഞ്ഞു. സന്തോഷമായിട്ട് കുഴപ്പമൊന്നുമില്ല, ലാലേട്ടൻ്റെ മൂത്ത ഏട്ടനല്ലേ എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. അതിന് മുമ്പ് ഒന്നുകൂടി പറയുന്നു, ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് ലൈക്കുകൾ തരണമെന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു. പിന്നീടുള്ള സംഭവങ്ങളൊക്കെ ഓരോ പ്രാവശ്യം പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കേണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. കാരണം പ്രധാന യൂട്യൂബ് നിർദ്ദേശകർ പോലും നമ്മുടെ ഷിജു എന്ന് പറഞ്ഞ ആളില്ലേ, ഷിജു, അത് നല്ല അദ്ദേഹത്തിനെ ഞാൻ ഫോളോ ചെയ്യുന്ന ആളാണ്. പല J4 Tech എന്ന് പറയുന്നത് അതൊക്കെ ഞാൻ കാണും. കാരണം അവർ നല്ല നല്ല നിർദ്ദേശങ്ങൾ തരും. ഷിജു ജോൺ പ്രധാന എപ്പോഴും പറയും, ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കാരണം തീർച്ചയായിട്ടും മറന്നു പോകും നിങ്ങളൊക്കെ. അവിടെ ഇപ്രാവശ്യം ഞാൻ കുറേ നാളുകൾക്ക് ശേഷം പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ലൈക്ക് തരണം. എനിക്കൊരു പ്രചോദനം ആയിക്കോട്ടെ. ഓക്കെ, ഞാൻ പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.